മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. സാധാരണക്കാരിയായ ഒരു നടിയാണെന്ന് മഞ്ജു ആവർത്തിക്കുമ്പോഴും മഞ്ജുവിനെ ആരാധകർ സമാനതകളില്ലാത്ത താരമായാണ് കാണുന്നത്. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ മഞ്ജുവിനെ സിനിമാ ലോകം ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. തുനിവ് എന്ന തമിഴ് ചിത്രമാണ് മഞ്ജുവിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ഇപ്പോഴിതാ ഗലാട്ട പ്ലസിന് മഞ്ജു നൽകിയ അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത്. 3 വർഷത്തിന് ശേഷമാണ് ഞാൻ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. കോവിഡ് പ്രതിസന്ധി മൂലം ഷൂട്ടിംഗ് തിരക്കുകൾ മൂലവുമാണ് വൈകിയത്. അപ്പോൾ ലൈവ് പെർഫോമൻസ് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ലൈവ് പെർഫോമൻസ് ചെയ്യാൻ നല്ലപോലെ തയ്യാറെടുപ്പ് നടത്തണം. അതുകൊണ്ടാണ് വൈകിയത്. 21-ാം തീയതിയാണ് എന്റെ ലൈവ് പെർഫോമൻസ്. സോളോ അല്ലാതെ ആദ്യമായി ഡാൻസ് ഡ്രാമ ചെയ്യുകയാണ്. രാധയുടെയും കൃഷ്ണന്റെയും കഥ. അസുരന് ശേഷം എനിക്ക് വന്ന സിനിമകളിൽ കൂടുതലും അസുരനുമായി സാമ്യമുള്ളതായിരുന്നു. തുനിവിൽ എന്റേതായ ഫ്രണ്ട്ലി സജഷൻ ഉണ്ടായിരുന്നു. എന്റെ കഥാപാത്രം ഇങ്ങനെയാണെങ്കിലോ എന്ന തരത്തിൽ സംവിധായകൻ വിനോദ് അതിനോട് സഹകരിച്ചു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. വിനോദ് സാർ എന്റെ സജഷനിൽ ഹാപ്പി ആയിരുന്നു. മലയാളത്തിൽ അടുത്തിടെ ചെയ്ത സിനിമകളുടെയും ഡിസ്കഷനിൽ ഞാനും പങ്കാളിയായിരുന്നു. ചർച്ചകളും ഫൈറ്റും ഉണ്ടാവും. സ്ക്രിപ്റ്റിന്റെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ അറിയിക്കാറുണ്ട്. ഒരു ടീം വർക്കാണ് ആയിഷയിലെ കഥാപാത്രം. എനിക്കിഷ്ടപ്പെട്ടു. സൗദി അറേബ്യയിലെ ഒരു ഖദ്ദാമാണ് കഥാപാത്രം. സാധാരണയായി ഖദ്ദാമ്മമാർ ഉപദ്രവിക്കപ്പെടുന്നതാണ് സിനിമകളിൽ കാണാറ്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഒരു യഥാർത്ഥ സംഭവ കഥയെ ആസ്പദമാക്കിയാണ്. ഇന്ത്യക്കാരും അറബികളും തമ്മിലുള്ള ബന്ധത്തെ പോസിറ്റീവായാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സാധാരണ ഇന്ത്യക്കാർ അറബ് നാടുകളിൽ ടോർച്ചർ ചെയ്യപ്പെടുന്നതാണ് സിനിമകളിൽ കാണാറ്. ആയിഷയുടെ അറബിക് വേർഷനിൽ കേരളത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ കുറവായിരിക്കും. പാട്ടുകളും നീക്കം ചെയ്തേക്കും. മാധവനോടൊപ്പമുള്ള ഹിന്ദി സിനിമ ക്യൂട്ട് ലവ് സ്റ്റോറിയാണ്. ആളുകൾക്ക് ലവ് സ്റ്റോറിയുമായി എന്നെ സമീപിക്കാൻ പേടിയാണെന്ന് തോന്നുന്നു. എനിക്ക് വേണ്ടി ഒരു ലവ് സ്റ്റോറി എഴുതാൻ സുഹൃത്തുക്കളായ എഴുത്തുകാരോട് പറയാറുണ്ട്. എനിക്ക് ആ സോൺ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഇന്ന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങളുടെ ഇമാജിനേഷനിൽ വൈൽഡായി പോവാനാണ് പറയാറ്. ഒരേ സിനിമകൾ ചെയ്യുന്നത് മടുപ്പുളവാക്കും. ചിലപ്പോൾ കഥ പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ഈ കഥ എങ്ങനെ പോകുമെന്ന് മനസ്സിലാവും. നമുക്ക് മടുക്കുന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ കാര്യം പറയണ്ടല്ലോ. പ്രേക്ഷകരുടെ സ്നേഹം പരിധികളില്ലാതെ ലഭിക്കുന്നുണ്ട്. നല്ല സിനിമകളിലൂടെ ആ സ്നേഹം തിരിച്ചു കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ചില അനുമാനങ്ങൾ തെറ്റിയിട്ടുണ്ട്. പക്ഷേ നല്ല സിനിമകൾ ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.